ബീഹാറിനെ ഇളക്കിമറിച്ച വോട്ടർ അധികാർ യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന് അംബേദ്കർ പാർക്കിൽ 10,000 പങ്കെടുക്കുന്ന മഹാറാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അണിനിരക്കും. ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ മാർച്ച് നടത്തും. വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകാനാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിച്ച യാത്ര അവസാനിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി പട്നയിൽ നിന്ന് തൗഫീഖ് അസ്ലം, PR അരവിന്ദ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. തൗഫീഖിലേക്കാണ്. തൗഫീഖ്, 16 ദിവസം നീണ്ടുനിന്ന യാത്രയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. സമാപന സമ്മേളനം എപ്പോഴത്തേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെ പരിപാടികൾ ഇന്ന് നടക്കാനുണ്ട്? അമൃത, അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രാവിലെ, അതായത് അല്പസമയം മുമ്പാണ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഗാന്ധിയിൽ നിന്നും അംബേദ്കർ എന്ന പേരിലാണ് ഇപ്പോൾ നടക്കുന്ന മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ തിരക്കാണ് ഈ ഗാന്ധി മൈതാനത്തുള്ളത്. അതുകൊണ്ട് വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസപ്പെട്ട് വളരെ മെല്ലെയാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അത്രയധികം ജനക്കൂട്ടം രാഹുൽ ഗാന്ധിയെ കാണാനും യാത്രയോടൊപ്പം ചേരാനുമായിട്ട് രാവിലെ മുതൽ തന്നെ പാട്നയിലെ ഗാന്ധി മൈതാനത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. വലിയ തിരക്ക്, റോഡ് നിറയെ നിരവധി ജനക്കൂട്ടമാണ്, നിരവധി ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ പതുക്കെയാണ് ഈ വാഹനം മുന്നോട്ട് പോകുന്നത്. യാത്ര ഉടൻ തന്നെ പാർക്കിൽ എത്തിച്ചേരും. അതിനുശേഷം അവിടെ അംബേദ്കർ പാർക്കിൽ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും ഇനിയിപ്പോൾ യാത്രയുടെ സമാപനം ഉണ്ടാവുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ജനത്തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും എല്ലാം പാട്നയിൽ ഒത്തുകൂടിയിരിക്കുന്നു. യാത്ര ആരംഭിച്ച സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പാട്നയിൽ ഒത്തുകൂടിയിരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ നിരവധി ആളുകൾ അണിനിരക്കുന്നു. യാത്ര ഇതൊരു തുടക്കം മാത്രമാണ്. പാട്നയിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് ചെയ്തത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോയത്. യാത്ര കടന്നുപോയ എല്ലാ വഴികളിലും നിരവധി ആളുകൾ ഈ യാത്രയെ അനുഗമിച്ചിരുന്നു, യാത്രയെ സ്വീകരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യത്തെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി, പ്രത്യേകിച്ച് ഈ വോട്ട് മോഷണം ഉണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കൂടി യാത്ര വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇനിയിപ്പോൾ വോട്ടധികാര യാത്ര കടന്നു ചെല്ലുമെന്ന് കൂടി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തേജസ്വിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സംയുക്തമായിട്ടുള്ള യാത്ര ബീഹാറിനെ ഇളക്കിമറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് സംശയം ഏതുമില്ലാതെ പറയാം. കാരണം അത്രയധികം ജനക്കൂട്ടമാണ് ഈ യാത്രയുടെ അവസാന ദിവസം ഇപ്പോൾ ഈ പാട്നയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 16 ദിവസം നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസം പല നേതാക്കളായി രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഒപ്പം ഈ യാത്രയിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു. ഇന്നത്തെ അവസാന ദിനത്തിൽ മഹാറാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ ആരൊക്കെ പങ്കാളികളാകുന്നുണ്ട്? അമൃത, CPM-ന്റെയും CPI-യുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ശിവസേനയുടെയും എല്ലാം മുതിർന്ന നേതാക്കൾ, മുൻനിര നേതാക്കൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു. MA ബേബി, D രാജ, ആനി രാജ, സഞ്ജയ് റാവത്ത്, അതോടൊപ്പം തന്നെ യൂസിഫ് പത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ, MP-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുഷ്പാർച്ചന നടത്തുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടെ ഈ യാത്രയുടെ അവസാന നാളിൽ ഒപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ആനിരാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ പാട്നയിൽ നടന്ന റാലിയിൽ പങ്കെടുക്കുന്ന അതിനുശേഷം ഇപ്പോൾ സമാപന സമ്മേളനത്തിലും രാഹുൽ ഗാന്ധിക്കൊപ്പം ആനിരാജ പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ റാലിക്കുണ്ട്. വലിയ സ്വീകാര്യതയുണ്ട്, വലിയ ജനപങ്കാളിത്തം നമുക്ക് ഈ റാലിയിൽ ഉടനീളം കാണാൻ സാധിക്കും. പാട്നയിലെ ഈ ഗാന്ധി മൈതാനത്തിലെ പരിസരം, ഏകദേശം ഈ പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു തിങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പോകുന്ന വഴികളിലെല്ലാം നിരവധി ആളുകൾ ഈ യാത്രയെ അനുഗമിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യ നേതാക്കൾ കൂടി ഉണ്ടാകും. ഗാന്ധി പ്രതിമയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഇപ്പോൾ അവസാനിക്കുന്നത് അംബേദ്കർ പ്രതിമയ്ക്ക് സമീപമാണ്, അംബേദ്കർ പാർക്കിലാണ്. ഈ അംബേദ്കർ പാർക്കിൽ സമാപനം നടക്കുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണത്താൽ അവിടെ സമാപനം നടത്താൻ സാധിക്കില്ലെങ്കിൽ അത് സാധ്യമാവുന്ന സ്ഥലത്ത് ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ സമാപനം നടത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്.